ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന സംഗമം നടക്കുന്ന സന്ദർഭത്തിൽ കോടിക്കണക്കിന് ആളുകൾ അവിടേക്ക് വരുമെന്ന് പറയുമ്പോൾ എന്തിനാണ് മുസ്ലിങ്ങൾ വെകിളി കൊള്ളുന്നത്? ഹജ്ജിനും തീർത്ഥാടനമില്ലേ? ഹജ്ജിന് പറയുന്നത് തീർത്ഥാടനം എന്ന് തന്നെയാണ്. ആ തീർത്ഥാടനത്തിൽ കോടാനുകോടി ജനങ്ങൾ എത്ര വർഷങ്ങളായി വരുന്നു. ഓരോ വർഷവും ഉണ്ട് ഹജ്ജ്. മഹാകുംഭമേള എന്ന് പറഞ്ഞാൽ 144 വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ, 12 വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ കുംഭമേള. അതിലൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല. ഹജ്ജിനൊന്നും എല്ലാ വർഷവും കോടാനുകോടി ജനങ്ങളല്ലേ ഹജ്ജിന് വേണ്ടിയിട്ട് എത്തുന്നത്. അതിനുവേണ്ടി അവർ സൗദിയിൽ ചെലവഴിക്കുന്ന പണം എത്രയാണ്? അങ്ങനെ സൗദി ഗവൺമെന്റിന് കിട്ടുന്ന പണം എത്രയാണ്? ഉംറയ്ക്ക് വേണ്ടിയിട്ട് എത്ര കോടികളാണ് കിട്ടുന്നത്? വല്ല കണക്കുണ്ടോ? കണക്കുമില്ല, കയ്യുമില്ല. പക്ഷേ പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേളയ്ക്കാണെങ്കിൽ കണക്കും വേണം, കയ്യും വേണം. അതിനകത്ത് ഹിന്ദുക്കൾക്ക് സ്റ്റാളുകൾ ഇടണം, ഹിന്ദുക്കൾക്ക് അതിനകത്ത് സംഗമിക്കണം, പ്രയാഗ്രാജ് നിർത്തിവെക്കണം, പ്രയാഗ്രാജിലെ കുംഭമേള നിർത്തിവെക്കണം. യോഗി ആദിത്യനാഥിനെ എതിരെ കലാപത്തിന് വേണ്ടിയിട്ട് ഉത്തരവിടുക ഉസ്താദ്. അയാൾ കൊല്ലുമെന്ന് പറയുക, അത് നിർത്തലാക്കുമെന്ന് പറയുക, കുംഭമേള തടയുമെന്ന് പറയുക. എന്തിന്? ഹജ്ജിനില്ലാത്ത എന്ത് ഇതാണ് കുംഭമേളയ്ക്കുള്ളത്? ഹജ്ജിന് നിങ്ങൾക്കൊരു വിഘാതങ്ങളുമില്ലല്ലോ, ഇല്ലാതെ കെങ്കേമമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകണ്ടേ? അതുപോലെ തന്നെയല്ലേ മറ്റുള്ളവരുടെ ആഘോഷങ്ങൾ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യർ പങ്കെടുക്കുന്ന പരിപാടി എന്നാണ് പ്രയാഗിൽ നടക്കുന്ന മഹാകുംഭമേള വിലയിരുത്തപ്പെടുന്നത്. 144 വർഷത്തിൽ ഒരിക്കൽ നടത്തിവരുന്ന പരിപാടി. ഈ മഹാകുംഭമേളയെക്കുറിച്ച് നിരവധി മിഥ്യകൾ പല ആളുകളും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിന്റെ യഥാർത്ഥ വിശ്വാസം എന്താണ് എന്ന് പല ഹിന്ദുക്കൾക്കും പോലും അറിയില്ല. ഹിന്ദുക്കൾക്ക് മതങ്ങളെ കുറിച്ചിട്ട് അറിയത്തില്ല. കാരണം അവരെ മതേതരന്മാരായിട്ട് തന്നെയാണ് അവരുടെ വീടുകളിൽ വളർന്നു വരുന്നത്. ഹിന്ദു ആചാരപ്രകാരം ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു, അതിനനുസരിച്ച് അവരും ചെയ്യുന്നു, അതല്ലാതെ വേറൊന്നുമില്ല. മതം മാറ്റപ്പെട്ട പെൺകുട്ടികളൊക്കെ പിൽക്കാലത്ത് പറഞ്ഞത് അവർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ ദൈവങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ആരാധനകളെ കുറിച്ചിട്ട്, മനുഷ്യന്റെ രൂപവും ആനയുടെ തലയുമായിട്ടൊരു ദൈവമോ? എന്തു നിങ്ങൾ ഈ പറയുന്നു? ഒരുപാട് തലകളുള്ളൊരു ദൈവമോ? ഒരുപാട് കൈകളുള്ള ഒരു ദൈവമോ? എന്തു നിങ്ങൾ ഈ പറയുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് മറുപടി ഒന്നും പറയാൻ അറിയത്തില്ലായിരുന്നു എന്ന് ഹിന്ദു പെൺകുട്ടികൾ തന്നെ പറയുന്നുണ്ട്. ശ്രുതി ഒക്കെ അങ്ങനെയാണ് റഹ്മത്തായി മാറിയത്. കാരണം നമ്മുടെ മതം ഒന്നും ശരിയല്ല, അതിനകത്ത് എന്തൊക്കെയോ പോരായ്മകളുണ്ട്. മറ്റേ ഇസ്ലാം മതമാണെങ്കിൽ ചക്കരയാണ്, ഇതൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ചിട്ട് അറിയത്തുമില്ല. പിന്നെ അതറിയാത്ത ആളുകളോട് മഹാകുംഭമേളയെക്കുറിച്ച് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്തായിരുന്നാലും ഇതിന്റെ ഉത്ഭവത്തെക്കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങൾ പല ആളുകളും പറയുന്നുണ്ട്. വേദങ്ങളിലും പുരാണങ്ങളിലും ഈ ഉത്സവത്തെ പരാമർശിക്കുന്നുണ്ട് എന്ന് ചില ആളുകൾ പറയുന്നു. കഷ്ടിച്ച് 2 നൂറ്റാണ്ടുകൾ മുന്നെയാണ് ഇത് തുടങ്ങിയത് എന്നും മറ്റു ചിലർ പറയുന്നുണ്ട്. സത്യത്തിൽ എന്താണിത് എന്ന് അധികം ആളുകൾക്കും അറിയില്ല. ഇതിന്റെ പിന്നിലുള്ള വിശ്വാസം എന്താണ്? ദശലക്ഷക്കണക്കിന് ആളുകൾ എന്തുകൊണ്ടാണ് ഇതിലേക്ക് പങ്കെടുക്കുന്നത് എന്നും അറിയില്ല. മഹാകുംഭമേള ഉത്തർപ്രദേശ് സർക്കാരിന് എത്ര വരുമാനം ഉണ്ടാക്കി കൊടുക്കുമെന്ന് അറിയാം. സൗദിയിലെ ഹജ്ജിന് എത്ര വരുമാനം വരുമെന്ന് അറിയില്ല. പക്ഷെ കുംഭമേളയ്ക്ക് എത്രയാണ് വരുമാനം അപ്രോക്സിമേറ്റ് വരുന്നത് എന്നറിയാം. മിനിമം. മനുഷ്യരാശിയുടെ വിവരിക്കാൻ സാധിക്കാത്ത പൈതൃകം എന്നാണ് യുനെസ്കോ കുംഭമേളയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം, ഏറ്റവും ചരിത്രമുള്ള മതാഘോഷം, വിപുലമായ ഒരുക്കങ്ങൾ, ദാർശനികമായ മാനം തുടങ്ങി കുംഭമേളയ്ക്ക് പ്രത്യേകതകൾ ഒരുപാടുണ്ടത്രേ. 6 വർഷം കൂടുമ്പോൾ അർദ്ധകുംഭമേളയും 12 വർഷത്തിലൊരിക്കൽ പൂർണ്ണ കുംഭമേളയും 144 വർഷത്തിലൊരിക്കൽ മഹാകുംഭമേള. ഇതാണ് കുംഭമേളകളുടെ മൊത്തം ലിസ്റ്റ്. ഇതാണ് അർദ്ധകുംഭമേള, കുംഭമേള, മഹാകുംഭമേള. പ്രയാഗ്രാജിൽ ഗംഗ യമുന പുരാണത്തിലെ അദൃശ്യ നദി, സരസ്വതി എന്നിവയുടെയൊക്കെ സംഗമസ്ഥാനത്തും, ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറില് ഗംഗയുടെ തീരത്തും, മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഗോദാവരിയുടെ തീരത്തും, മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലെ ക്ഷിപ്രയുടെ തീരത്തും 3 വർഷ ഊഴത്തിലാണ് കുംഭമേള നടക്കുന്നത്. ഡ്രോണുകൾക്ക് 120 മീറ്റർ ഉയരം വരെ പറക്കാനും 3 കിലോമീറ്റർ ചുറ്റളവിൽ പറക്കാനും കഴിയും. ഏറ്റവും പുതിയ തെർമൽ IR ക്യാമറകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഡ്രോണുകളാണിത്. UP പോലീസിന്റെ സുരക്ഷാ വിഭാഗം 4 ടെതേർഡ് ഡ്രോണുകളാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത്. വാഹനങ്ങളുടെ ചലനം നിരീക്ഷിക്കുന്നതിന് വേണ്ടി ട്രാഫിക് ഡയറക്ടറേറ്റ് 4 ഡ്രോണുകൾ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ATS 3 ഡ്രോണുകൾ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും രൂപത്തിലുള്ള ഭീകരാക്രമണങ്ങളും അതുമായി ബന്ധപ്പെട്ട ഭീഷണികളും തടയുക എന്നതാണ് അവരുടെ ലക്ഷ്യം. മഹാകുംഭമേളയുടെ 3ാം ദിവസം UP പോലീസ് ഇതുവരെ 9 ഡ്രോണുകൾ വെടിവെച്ച് തള്ളി താഴെയിട്ടു. ഇതിൽ 6 ഡ്രോണുകൾ മകരസംക്രാന്തി ദിനത്തിൽ തന്നെ പിടിക്കപ്പെട്ടു. ഈ ഡ്രോണുകളിൽ 1 റെഡ് സോണിൽ പറക്കാൻ ശ്രമിക്കുകയായിരുന്നു. UP പോലീസ് സുരക്ഷാ പോലീസ് മേധാവിയും അതുപോലെ മുതിർന്ന IPS ഓഫീസറായ രഘുവീർ ലാലാണ് ഈ സംവിധാനം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാകുംഭമേളയിൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നത് മുതൽ ഭക്തരുടെ എണ്ണം കണക്കാക്കുന്നതിന് വേണ്ടി വരെയെല്ലാം ഡ്രോണുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 7 നിർണായകമായ വഴികളിലായി 102 ചെക്ക് പോസ്റ്റുകളുള്ള ഒരു വൃത്താകൃതിയിലുള്ള സുരക്ഷാ സംവിധാനവും പോലീസ് സ്ഥാപിച്ചിട്ടുണ്ട്. അനധികൃതമായി പ്രയാഗ്രാജിലേക്ക് കയറാൻ ശ്രമിച്ച 9 ഡ്രോണുകൾ
അല്ലെങ്കിൽ തന്നെ മഹാകുംഭമേളയ്ക്ക് ഒരുപാട് ഭീഷണികൾ നിലവിലുണ്ട്. ജമാഅത്തിന്റെ ഷഹാബുദ്ദീൻ റസ്മി ബറേൽവി കത്തെഴുതി നിർത്തലാക്കണമെന്ന് പറഞ്ഞല്ലോ കുംഭമേള. എന്താ കാരണം? ഒരുപാട് മുസ്ലിങ്ങൾ ഇസ്ലാം മതം വിടും അത്രേ. സനാതന ധർമ്മം സ്വീകരിച്ചവർക്ക് ബുദ്ധിമുട്ടാവൂലേ? ഹിന്ദുമതം വളരും, ഇസ്ലാം മതം തകരും. അത് നമുക്ക് ശരിയാകത്തില്ല. നിങ്ങൾ കുംഭമേളയൊക്കെ നിർത്തിവെച്ചേക്ക്. യോഗിയുടെ ആശയം നമുക്കറിയാം. പട്ടിക്ക് പേ പിടിച്ചാൽ പട്ടിയെ തല്ലി കൊല്ലും. അല്ലാതെ ജനങ്ങൾ ആരും പുറത്തിറങ്ങരുതെന്നും പറയുന്ന രീതിയൊന്നും യോഗി ആദിത്യനാഥിനില്ല. എന്തായാലും യോഗി ആദിത്യനാഥ് എല്ലാ രൂപത്തിലും ഇതിനെ വീക്ഷിച്ചു, ഇതിനെ നിരീക്ഷിച്ചു, ഇതിനെ അനലൈസ് ചെയ്ത് പഠിച്ചു വിഷയങ്ങൾ. ആ രൂപത്തിലാണ് ഒരു ആക്രമണം ഉണ്ടാകുന്നതെങ്കിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം? ഈ രൂപത്തിലാണെങ്കിൽ അങ്ങനെ. അതുകൊണ്ടാണ് ടെന്റിന് തീ പിടിച്ചപ്പോൾ പോലും ഒരൊറ്റയാളപായം പോലും റിപ്പോർട്ട് ചെയ്യാതെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അത് പരിഹരിക്കപ്പെടുകയും ആ ടെന്റുകൾക്ക് പകരം പുതിയ ടെന്റുകൾ കെട്ടുകയും ആ സെക്കൻഡിൽ തന്നെ യോഗി ആദിത്യനാഥ് അവിടെ എത്തുകയും ചെയ്തു എന്നതാണ് പ്രത്യേകത. അദ്ദേഹം അവിടെ എത്തി കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചു. വേണ്ടുന്ന രൂപത്തിലുള്ള എല്ലാ നിർദ്ദേശങ്ങളും സെക്യൂരിറ്റി ഗാർഡുകൾക്ക് കൊടുത്തു. ഒരു തരത്തിലും ഭക്തർ പാനിക് ആകേണ്ടതില്ല എന്നുള്ള നിർദ്ദേശവും കൊടുത്തു. നിങ്ങൾ നിങ്ങളുടേതായ രൂപത്തിൽ നിങ്ങൾ എന്തിനാണോ ഇവിടെ വന്നത്, ആ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നിങ്ങൾ അനുഷ്ഠാനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക. ഏത് കാക്കാമാർ ഏത് രൂപത്തിലുള്ള ഭീഷണികൾ മുഴക്കിയാലും ശരി, ഇരുമ്പ് നിക്കറിട്ട് മുറുക്കി ഇങ്ങോട്ട് വന്നോണം. ഒരാളപായവും ഉണ്ടാകില്ല. അവർ തിരിച്ച് നാട്ടിലെത്തില്ല എന്ന ഉറപ്പ്. ഈ ഒരു ഉറപ്പ് മാത്രമാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത്. യോഗിയോട് ഏത് രൂപത്തിൽ അങ്ങോട്ട് മുട്ടിയാലും ശരി, ബൂമറാങ് പോലത് തിരിച്ചു വരും. അത് സംഭാലിലെ ഷാഹി മസ്ജിദിൽ നമ്മൾ കണ്ടതാണല്ലോ. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ വന്നപ്പോൾ അവരെ തടയുന്നു, അല്ലാഹു അക്ബർ വിളിച്ചിട്ട് കിട്ടുന്ന കല്ലും മണ്ണും കമ്പും കല്ലും ഒക്കെ പറക്കി എറിയുന്നു. അവരുടെ വാഹനങ്ങൾക്ക് തീ വയ്ക്കുന്നതിന് എന്ത് സംഭവിച്ചു? എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക വിഭാഗം ആളുകൾ സംഭാലിൽ മാത്രം ഇങ്ങനെ പ്രവർത്തിക്കുന്നതിന്റെ കാരണം എനിക്കറിയണമെന്നായി യോഗി. കോടതി വിധിയെപ്പോലും മാനിക്കാതെ രാജ്യത്തിന്റെ ഒരു നിയമവും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിന്റെ സകലമാന സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചിട്ട് എന്തുകൊണ്ടാണ് ഒരു വിഭാഗം ആളുകൾ മാത്രം ഇങ്ങനെയായി മാറുന്നത് എന്ന് എനിക്കറിയണം. അതറിയണമെങ്കിൽ കുറച്ചുകൂടി പുറകോട്ട് പോകണമെന്നാണ് ചരിത്രകാരന്മാർ പറഞ്ഞു കൊടുത്തത്. ശരി, എന്നാൽ പോയേക്കാം. ഇതിനു മുമ്പ് കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കലാപത്തിൽ ഒരുപാട് ഹിന്ദുക്കൾക്ക് ജീവൻ വെടിയേണ്ടി വന്നിട്ടുണ്ട്. ഈ രാജ്യത്തുള്ള ഒരുപാട് ഹിന്ദുക്കൾ പലായനം ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഈ രാജ്യത്ത് നിൽക്കാൻ പറ്റാതെ ഒരുപാട് അമ്പലങ്ങൾ, ക്ഷേത്രങ്ങളൊക്കെ മസ്ജിദുകളാക്കി ഇവർ മാറ്റിയിട്ടുണ്ട്. ഇവരെപ്പോഴും കൈമിടുക്ക് കാണിച്ചിട്ടാണ് എല്ലാം നേടിയെടുത്തിട്ടുള്ളത്. ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുക, ആക്രമിക്കുക, ഈ രൂപത്തിലുള്ള ഒരുപാട് വാസനകൾ കാണിച്ചിട്ടാണ് ഇവരെല്ലാം നേടിയെടുത്തിട്ടുള്ളത്. അതിനെ പ്രതിരോധിച്ച് നിൽക്കാനൊന്നും ഹിന്ദുക്കൾക്ക് ത്രാണിയില്ല. അതുകൊണ്ട് അവർ ഉള്ള ജീവനും കൊണ്ട്, മക്കളുടെ ജീവനായിരുന്നാലും മുതിർന്നവരുടെ ജീവനായിരുന്നാലും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നാട് വിട്ടു പോകുക എന്നത് മാത്രമാണ് ലക്ഷ്യം. സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ഈ സംഭാലിൽ ഉണ്ടായിരുന്ന ഈ പ്രദേശത്ത് ഏതാണ്ട് 30-35% ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു. ഇന്നത് 15% താഴെയായിട്ട് മാറി എന്നാണ് പറയുന്നത്. ഈ ഹിന്ദുക്കൾക്കൊക്കെ എന്ത് സംഭവിച്ചു? അതേപോലെ വെറും 30% മാത്രം ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ ഇപ്പോൾ 82% സംഭാലിൽ. അതിൻ്റെ കാരണം തനിക്കറിയണമെന്നാണ് യോഗി ആദിത്യനാഥ് പറയുന്നത്. പഴയ ഫയലുകളൊക്കെ ഒന്ന് തുറക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് ഉത്തരവും വിട്ടുകഴിഞ്ഞു യോഗി ആദിത്യനാഥ്. നന്ദി.